സുഗമോദേവി അങ്ങനെ നമ്മുടെ എസ്തപ്പാനെ കൊണ്ട് നമ്മുടെ നന്ദൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ മാധവനെ അവിചാരിതമായിട്ട് നമ്മുടെ നന്ദൻ കാണുകയും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മാധവൻ വിശദീകരിച്ച് നമ്മുടെ നന്ദനോട് പറയുന്നുമുണ്ട്. അപ്പൊ നന്ദൻ മനസ്സിലായി ആരൊക്കെയോ ചേർന്ന് നമ്മുടെ ദേവിയെയും അച്ഛനെയും തട്ടിക്കൊണ്ടു പോയതാണെന്നുള്ള ഒരു വിവരം നമ്മുടെ നന്ദന് മനസ്സിലാവുകയാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട്, ദേവിയുടെ നന്ദന്റെ വിവാഹം കഴിഞ്ഞ കാര്യം നേരത്തെ ബലരാമനെ അറിയിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തങ്ങളൊന്നും ഇവിടെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിയോട് സിദ്ധാർത്ഥൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ ബലരാമന്റെ കോള് നമ്മുടെ സിദ്ധാർത്ഥന് വരുവാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ദേവിയെ കിട്ടുന്ന പിറ്റേ ദിവസം നന്ദനും എന്റെ കസ്റ്റഡിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബലരാമൻ സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഭയപ്പെട്ട് നിൽക്കുവാണ്. നന്ദന്റെ അവസ്ഥ വളരെ മോശമാണ്. ബലരാമന്റെ കയ്യിലെങ്ങാനും പെട്ടാൽ പിന്നെ ബലരാമൻ തീർത്ത് കളയും അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ദേവിയാണെങ്കിലും അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴികൾ ഇങ്ങനെ എന്താ പറയാ തേടി നടക്കുന്ന നിമിഷങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ എപ്പിസോഡ് റിവ്യൂസുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.